ഹലോ എവരിവൺ, മറ്റൊരു വീക്ക്ലി മാർക്കറ്റ് അനാലിസിസ് വീഡിയോയിലേക്ക് സ്വാഗതം. യു ആർ ലിസ്ണിംഗ് ടു ആനന്ദ് ആൻഡ് ദിസ് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ് കേരള. സോ നമ്മൾ നിഫ്റ്റീനെ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിലിട്ട് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഒരു ഇൻവേർട്ടഡ് ഹാമർ തന്നിട്ടാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത്. അതായത് നമുക്ക് സെല്ലേഴ്സിൻ്റെ നല്ല രീതിക്കുള്ള പ്രസൻസ് നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയുന്നുണ്ട്. സോ നിഫ്റ്റി ലാസ്റ്റ് ഫ്രൈഡേ ഓൾമോസ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഒരു 1% നിഫ്റ്റിക്ക് നല്ല രീതിക്കുള്ളൊരു ഡൗൺഫോൾ ആണ് നിഫ്റ്റി ഉണ്ടായിരിക്കുന്നത്. ആൻഡ് നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിരുന്നത് നിഫ്റ്റി ഓൾമോസ്റ്റ് എന്താണ് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് പോലെയാണ് തോന്നുന്നതെന്നുള്ളത്. ഓക്കെ, ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് നമ്മൾ ലാസ്റ്റ് വീക്ക് നോക്കിയപ്പോൾ നിഫ്റ്റിയിൽ ആ ഒരു ക്ലോസിങ് നമുക്ക് കിട്ടിയിരുന്നത് ഈ ഒരു രീതിക്കാണ്. ലാസ്റ്റ് തേഴ്സ്ഡേ അല്ല, നമ്മുടെ ലാസ്റ്റ് ഫ്രൈഡേ നമുക്ക് ഒരു ഫേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടിയിരുന്നത് പോലെയാണ് നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നത്. സോ ഈ ഒരു വീക്കാണെങ്കിലും നിഫ്റ്റി അത്യാവശ്യം ഒരു ഫസ്റ്റ് 3 days മാർക്കറ്റ് ചെറുതായിട്ടൊന്ന് അപ്സൈഡ് പോയെങ്കിലും ആ മൂവ്മെൻറ്റുകൾ അങ്ങനെ സസ്റ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. ആൻഡ് ഫ്രൈഡേ എന്ത് പറ്റി? ഫ്രൈഡേ ആ ഒരു സെൽ ഓഫ് ഇടുന്നു. ആൻഡ് ആ ഒരു സെൽ ഓഫ് നമുക്കൊരു റീടെസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയുമോ? ടെക്നിക്കൽ വൈസ് നമുക്ക് എന്താണ് അതിനൊരു റീടെസ്റ്റ് ആയിട്ട് കണക്കാക്കാൻ കഴിയുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഈ ഒരു ഫ്രൈഡേ ഓൾമോസ്റ്റ് ഒരു 1% നിഫ്റ്റിയിൽ എന്താണ് ആ ഒരു ഫോള് വരാനുള്ള മെയിൻ കാരണം നമ്മൾ നോക്കുകയാണെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആനുവൽ ഇൻഫ്ലേഷൻ റേറ്റ് ഓൾമോസ്റ്റ് 3.5% ആയിട്ടുണ്ട് മാർച്ചിൽ. ഓൾമോസ്റ്റ് 3.5% അത് വന്നത് നമ്മുടെ വ്യാഴാഴ്ചയാണ്. ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ ആ ഒരു ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ ഹൈക്ക് വന്നത്. സോ അത് നമുക്ക് ആ ഒരു ദിവസം തന്നെ നമുക്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിഞ്ഞിരുന്നു. സോ അതിൻ്റെ ആ ഒരു ഇമ്പാക്റ്റാണ് നിഫ്റ്റിയിൽ ഈ ഒരു 1% ഡൗൺ സൈഡ് വീഴാനുള്ള കാരണം. ഓക്കെ, ആൻഡ് നമ്മൾ ജസ്റ്റ് ലാസ്റ്റ് ഫ്രൈഡേ ഡോ ജോൺസിൻ്റെ ഡേറ്റ നോക്കുകയാണെങ്കിലും ഡോ ജോൺസ് ഓൾമോസ്റ്റ് നല്ലൊരു സെൽ ഓഫ് ഡോ ജോൺസിലും ഉണ്ട്. ഡോ ജോൺസ് ഇൻഡെക്സ് നമ്മുടെ അമേരിക്കൻ ഇൻഡെക്സ് ആണ്. ഡോ ജോൺസിൽ ആ ഒരു മേജർ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഡോ ജോൺസ് ഡൗൺ സൈഡാണ് ഡോ ജോൺസ് പോകുന്നത്. സോ ആ ഒരു ഫോൾ നമുക്ക് നല്ലൊരു സപ്പോർട്ടായിട്ട് കണക്കാക്കാൻ കഴിയുന്ന ആ ഒരു ഏരിയ 37,000 ആണ് ഡോ ജോൺസിൽ കണക്കാക്കാൻ കഴിയുന്നത്. സോ ഡോ ജോൺസിൽ ഇൻഫ്ലേഷൻ റേറ്റിൻ്റെ ഇഷ്യൂ ഉള്ളത് കൊണ്ട് തന്നെ ഡോ ജോൺസിൽ വീണ്ടും ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ് കാണാനുള്ള സാഹചര്യമുണ്ട്. അത് നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ നിഫ്റ്റീനെയും അത് നല്ല രീതിക്ക് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട്. നമ്മുടെ ഈ ഒരു മാസം ഇലക്ഷനും കാര്യങ്ങളും വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിക്ക് DIers നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഫണ്ട് പമ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ നമ്മൾ നല്ലൊരു ഫോൾ എക്സ്പെക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രത്തോളം ഫോൾ വന്നിട്ടില്ല. കാരണം ഇലക്ഷൻ വരുന്നുണ്ട്, DIers നല്ല രീതിക്ക് മാർക്കറ്റിലേക്ക് ഫണ്ട് പമ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മൾ ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് വീണ്ടും റെക്കോർഡിട്ടാണ് ഗോൾഡിൻ്റെ മുന്നേറ്റം. ഗോൾഡ് ലാസ്റ്റ് ഡേ ഗോൾഡ് ഓൾമോസ്റ്റ് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് വീക്ക് നോക്കുകയാണെങ്കിൽ ഗോൾഡ് ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 4% ഗോൾഡിനും വില കൂടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം, സാധാരണഗതിയിൽ ഗോൾഡിൻ്റെ വില കൂടുമ്പോൾ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനെ അത് ബാധിക്കേണ്ടതാണ്. പക്ഷെ ബാധിച്ചിട്ടില്ല. അതിൻ്റെ ഒരു ബാധിക്കാത്തതിൻ്റെ ഒരു മേജർ കാരണം നമ്മുടെ DIers ആണ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഈ ഒരു വീക്കിലത്തെ നമ്മുടെ മേജർ ലെവൽസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ നോക്കാം. ഓക്കെ, സോ ഒരു ഡെയിലി ടൈം ഫ്രെയിമിൽ വളരെ സിമ്പിൾ ലെവൽസ് ആണ്. നല്ല പ്രൈസ് ആക്ഷൻ നമുക്ക് ഈ ഒരു വീക്ക് നിഫ്റ്റിയിൽ ഉണ്ടെന്ന് വിചാരിക്കാം. നമ്മുടെ പ്രീവിയസ് ഡേ ഹൈ 22,723 അതുപോലെ നമ്മുടെ പ്രീവിയസ് ഡേ ലോ 22,500 പ്ലസ് ഡൗൺ സൈഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് 22,430 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ഒരു 22,500 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫോള് തന്നെ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യാം. നമുക്കത് നെക്സ്റ്റ് ഒരു ടെക്നിക്കൽ ലെവൽസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് അത് വരുന്ന 22,200 വരാൻ പോസിബിലിറ്റി കുറവാണ്. നമുക്ക് അത് വരുന്നത് അറൗണ്ട് ഈ ഒരു ഏരിയ 22,150 ആ ഒരു ഏരിയയൊക്കെ ആയിരിക്കും മാർക്കറ്റ് അത്യാവശ്യം ഒരു മാർക്കറ്റിൽ പിടിച്ചു നിർത്താൻ സാധ്യത ഉള്ള ഒരു ലെവൽ. മാർക്കറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ അറൗണ്ട് 22,159 178 ആ ഒരു റേഞ്ചിൽ നല്ലൊരു സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറാനുള്ള പോസിബിലിറ്റി മാർക്കറ്റിലുണ്ട്. ആൻഡ് നമ്മൾ അവർലി ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ പ്രീവിയസ് ഡേ ലോ 22,500 ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ്. ആൻഡ് പ്രീവിയസ് ഡേ ഹൈ ആൻഡ് ഒരു സോണായിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരു സോണായിട്ട്
നമുക്ക് അറൗണ്ട് 22,688ഉം 697 ആ ഒരു ജസ്റ്റ് 10 പോയിൻറ്റിൻ്റെ ആ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. വളരെ നല്ല ഹൈ പ്രോബിലിറ്റി ഉള്ള ഒരു സോണാണ് ഈ കിടക്കുന്നത്, ബിക്കോസ് ഒരു മേജർ സെൽ ഓഫ് വന്നേക്കുന്നത് ആ ഒരു ഏരിയയിൽ നിന്നാണ്. ആൻഡ് അതിൻ്റെ മുകളിലത്തെ സോൺ നമ്മുടെ ഓൾ ടൈം ഹൈ 22,766 ആൻഡ് 22,775 എന്ന് പറയുന്ന ആ ലെവൽസ്. ഓക്കെ, സോ ഇവിടെ നമ്മൾ ലെവൽസിനെ കുറച്ചും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമുക്കൊരു റിഫൈൻ ചെയ്യുകയാണെങ്കിൽ, നമുക്ക് ഈ ഒരു സോൺ കൺസിഡർ ചെയ്യാം 22,504ഉം 527ഉം. ഓക്കെ, ഈ ഒരു പോയിന്റ്, യെസ്, 22,504 ആൻഡ് 22,517 എന്ന് പറയുന്ന ലെവൽസ്. ഓക്കെ, ആൻഡ് നമുക്ക് നെക്സ്റ്റ് ലെവലായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അറൗണ്ട് ഈ ഒരു പോയിന്റ് 22,320ഉം 351ഉം അറൗണ്ട് 30 പോയിൻറ്റ്സോളം വരുന്നുണ്ട്. നമുക്കിതൊന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ 320 ആൻഡ് 345 ഒരു സേഫ് ഗാർഡ് ചെയ്യുന്ന ലെവൽസ്. സോ ഇതിൽ ലെവൽസ് ആയിട്ട് വരച്ചേക്കുന്ന സ്പോട്ടുകൾ നമുക്ക് ട്രേഡുകൾ പ്ലാൻ ചെയ്യാം. ആൻഡ് ഗ്രീൻ ആൻഡ് ലൈൻസ് ആയിട്ട് പ്ലോട്ട് ചെയ്തേക്കുന്നത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ടാർഗറ്റുകളായിട്ട് കൺസിഡർ ചെയ്താൽ മതി. സോ ഈ ഒരു വീക്ക് നിഫ്റ്റിയിൽ അത്ര നല്ല പ്രൈസ് ആക്ഷൻ ലെവൽസ് ആയിട്ട് അങ്ങനെയൊന്നും കാണാൻ കഴിയുന്നില്ല. ഭയങ്കര ഒരു ചോപ്പി ലെവൽസാണ് നമുക്ക് കറൻ്റ്ലി നമുക്ക് നിഫ്റ്റിയിലുള്ളത്. ഓക്കെ, സോ 22,200 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നെക്സ്റ്റ് ഒരു മേജർ സപ്പോർട്ട് ഏരിയയാണ് 21,850. ഈ ഒരു 850 വരെയൊക്കെ ഈ ഒരു വീക്ക് മാർക്കറ്റ് പോകാനുള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. നമുക്ക് എന്തൊക്കെ വന്നാലും ഒരു 22,000 വരെയൊക്കെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം മാർക്കറ്റിൻ്റെ ആ ഒരു ഡൗൺഫോൾ. ഓക്കെ, സോ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ, ഓപ്പൺ ഇൻട്രസ്റ്റിൽ നമ്മൾ നോക്കുമ്പം അത്യാവശ്യം നല്ല ചേഞ്ച് വന്നേക്കുന്ന സൈഡ് കോൾ സൈഡാണ്. അത്യാവശ്യം നല്ല രീതിക്ക് ചേഞ്ച് വന്നേക്കുന്നത്. ആൻഡ് നമ്മളതിൻ്റെ ഓപ്പൺ ഇൻട്രസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 22,700 നല്ല കോൾ OA ഉണ്ട്. 18th ഏപ്രിലിൻ്റെ എക്സ്പയറിയാണ് നമ്മൾ നോക്കുന്നത്. 22,700 നല്ല ഒരു നല്ല കോൾ റേറ്റിംഗ് ഉണ്ട്. ആൻഡ് 22,500 നിലവിലുള്ള ഒരു പുട്ട് റൈറ്റിംഗ് ഉള്ളത്. ഐ തിങ്ക് അത് സാറ്റർഡേ സൺഡേ 2 ദിവസം അവധിയാണ്. മൺഡേ അത്യാവശ്യം സെല്ലേഴ്സാണ് ആ പൊസിഷൻസ് എടുത്ത് വെച്ചേക്കുന്നത്. മോസ്റ്റ്ലി ഒരു മൺഡേ സ്ക്വയർ ഓഫ് ഉള്ള പോസിബിലിറ്റി വളരെ കുറവാണ്. ഈ 22,500ൻ്റെയും ആൻഡ് 22,000ൻ്റെയും ഇടയിൽ നല്ലതുപോലെ മാർക്കറ്റിന് ബ്രീത് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. അതായത് അവിടെ മേജർ ബിൽഡപ്പോ കാര്യങ്ങളോ ഒന്നും നമുക്ക് നിലവിൽ കാണാനില്ല. അതായത് 22,500 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്ന 22,000 ആണ് നമുക്ക് 22,200 ആണ് നമുക്ക് നെക്സ്റ്റ് സപ്പോർട്ടായിട്ട് വരുന്നത്. ആ ഒരു ലെവലാണ് നമ്മൾ അറൗണ്ട് 22,200, യെസ്, ഈ ഒരു ലെവൽ, ആ ഒരു മേജർ ലെവലാണ് നമ്മുടെ ഇവിടെ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് 22,200. ഇതിലേക്ക് മാർക്കറ്റ് വരികയാണെങ്കിൽ മാർക്കറ്റ് റിവേഴ്സ് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. സോ ഈ ഒരു വീക്ക് മാർക്കറ്റിനൊരു അത്യാവശ്യം ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് നമുക്ക് OA ഡേറ്റ പ്രകാരം മാർക്കറ്റിൽ കാണാൻ കഴിയുന്നത്. ആൻഡ് നമ്മളിവിടെ PCR നോക്കുക 0.71 ആണ് കറൻ്റ്ലി PCR കിടക്കുന്നത്. കഴിഞ്ഞ വെനസ്ഡേ ഒക്കെ നമ്മൾ നോക്കുമ്പോൾ ഓൾമോസ്റ്റ് 1.25ഓളം നമുക്ക് PCR ഉണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ വന്ന് കിടക്കുന്നത് 0.71 ആണ്. ആൻഡ് ഇന്ത്യ വിക്സ് നിലവിൽ കിടക്കുന്നത് 11 ആണ്. ഇന്ത്യ വിക്സ് കുറേ നാളുകളായിട്ട് ബിറ്റ്വീൻ 10 to 15 ഇടയിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിക്സ്. ഓക്കെ, സോ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് നമ്മൾ നിഫ്റ്റിയിൽ കാണുന്ന ഒരു ബെയറിഷ് സെൻറ്റിമെൻ്റ് ആണ് നിഫ്റ്റിയിൽ കാണുന്നത്. ആൻഡ് നമ്മൾ നിഫ്റ്റിയുടെ മേജർ ലെവൽസ് ആയിട്ട് പറയുകയാണെങ്കിൽ ഓൾ ടൈം ഹൈ 22,766ഉം 775ഉം, അതുപോലെ 504, 517 ആൻഡ് 320, 345 ആൻഡ് ദ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെവലാണ് 159ഉം 178ഉം. ആ ഒരു പോയിന്റിലേക്കൊക്കെ നമുക്കൊന്നും കൂടി ഓക്കെ ഈ ഒരു ഏരിയ അറൗണ്ട് 179ഉം 198ഉം അറൗണ്ട് ആ 20 പോയിൻറ്റ്സ് വരുന്ന ആ ഒരു സോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സപ്പോർട്ട് സോണാണ് ഈ കിടക്കുന്നത്. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് സോൺ. ആൻഡ് നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകുമ്പം ബാങ്ക് നിഫ്റ്റിയിലേക്കും ഏകദേശം ബാങ്ക് നിഫ്റ്റി ഈ ഒരു വീക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. കുറച്ച് നാളുകളായിട്ട് ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈയുടെ താഴെയായിരുന്നു കളിച്ചുകൊണ്ടിരുന്നത്. ബാങ്ക് നിഫ്റ്റി ഈ ഒരു വീക്ക് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു. പക്ഷേ ബാങ്ക് നിഫ്റ്റിയിലും ആ ഒരു ഇൻവേർട്ടഡ് ഹാമർ നല്ല രീതിക്കുള്ള സെൽ ഓഫ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻ്റ് ലെവൽസ്. സോ ബാങ്ക് നിഫ്റ്റി അത്യാവശ്യം ഒരു
റീടെസ്റ്റ് എന്ന് പറയാനായിട്ടില്ല, ബട്ട് വീക്ക്ലി ടൈം ഫ്രെയിമിൽ നല്ല രീതിക്ക് റിജക്ഷൻസ് ഉണ്ട്. അപ്പോൾ റീടെസ്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ കൺസിഡർ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ നമ്മുടെ ലെവൽസ് ആയിട്ട് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ 48,000 നമ്മുടെ പ്രീവിയസ് ഡേ ഹൈയും പ്രീവിയസ് ഡേ ലോയും ആൻഡ് അവറിലേക്ക് പോവുക. അവറിലേക്ക് പോയിട്ട് അതിനെന്ത് ചെയ്യുക, അതിനെ കുറച്ചും കൂടി ഒന്ന് ഫിൽട്ടർ ചെയ്യുക ലെവൽസിനെ. ഓക്കെ, ഈ ഒരു പോയിന്റ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് സോണാണ്. 48,468ഉം 496ഉം ഈ ലെവൽസ്. ആൻഡ് നമ്മുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആണ് 48,638. ആൻഡ് നമുക്ക് ഇവിടെ ഈ ഒരു സോൺ നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഈ ഒരു പോയിന്റ് ബിറ്റ്വീൻ 786ഉം 797ഉം. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ നെക്സ്റ്റ് മേജർ സപ്പോർട്ട് ഏരിയ ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാം. അതായത് 48,159ഉം 189ഉം. അതായത് അറൗണ്ട് നമുക്ക് എന്ത് എക്സ്പെക്ട് ചെയ്യാം, 48,468, അറൗണ്ട് 48,500 മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് ഒരു 0.58%, അതായത് 280 പോയിൻറ്റ്സിൻ്റെ ഒരു ഡൗൺ സൈഡ് നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. മാർക്കറ്റ് അതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു നെക്സ്റ്റ് സെക്കൻഡറി ടാർഗറ്റുകളായിട്ട് നമുക്ക് 47,897 നമുക്ക് അവിടെ എക്സ്പെക്ട് ചെയ്യാം. നമുക്ക് 900 മതി, നമുക്കത് റൗണ്ട് ഓഫ് ചെയ്യാതെ അറൗണ്ട് നമുക്കൊരു 47,900 നമുക്കവിടെ എടുക്കാം. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഡൗൺ സൈഡിലേക്കുള്ള നെക്സ്റ്റ് ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയാണ് ഇവിടെ ഈ കിടക്കുന്നത്. ഓക്കെ, 47,651ഉം 714ഉം. പിന്നെ നമുക്ക് ഏറ്റവും സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഓൾ ടൈം ഹൈ. ഓക്കെ, സോ ബാങ്ക് നിഫ്റ്റിയുടെ ഇമ്പോർട്ടൻറ്റ് ലെവൽസ് ആയിട്ട് 49,052, അതുപോലെ 48,786ഉം 797ഉം. ഈ 48,638 നമ്മുടെ പ്രീവിയസ് ഓൾ ടൈം ഹൈ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് അവിടെ എന്താണെന്ന് റെഫറൻസിന് വേണ്ടി വെച്ചേക്കുന്ന ലെവലാണത്. ആൻഡ് ഒരു ഈ മേജർ സോണായിട്ട് 48,468ഉം 496ഉം. അതുപോലെ നെക്സ്റ്റ് ലെവലായിട്ട് 159, 180. ഇതൊരു ഇത് നമുക്കിതിന് സെക്കൻഡറി ടാർഗറ്റ് ആയിട്ട് കൺസിഡർ ചെയ്താൽ മതി. ഇതിലേക്ക് ഞാൻ അങ്ങനെ ഒരു ട്രേഡ് പ്ലാനിങ്ങിനുള്ള അല്ലെങ്കിൽ ആ ഒരു കൺഫർമേഷനുള്ള ലെവൽസ് നമുക്ക് ഈ ഒരു പോയിന്റിൽ നിന്നില്ല. മാർക്കറ്റ് സപ്പോസ് ഫോളോ ചെയ്ത് വന്ന് ഇവിടെ ഒരു ഒന്നിൽ കൂടുതൽ തവണ സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ആ ഒരു പോയിന്റിൽ ട്രേഡ് പ്ലാനിങ് നമുക്ക് വേണ്ട. ഓക്കെ, ആൻഡ് ബാങ്ക് നിഫ്റ്റിയുടെ ഏറ്റവും മേജർ ആയിട്ടുള്ള 47,651ഉം ആൻഡ് 740 ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസ്. ആൻഡ് നമ്മൾ ഇൻട്രാഡേയിലേക്ക് കിടക്കുകയാണെങ്കിൽ ഞാൻ മോസ്റ്റ്ലി ഈ ഒരു വീക്ക് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ബെയറിഷ് സൈഡിലേക്കുള്ള ട്രേഡുകളാണ്. അതിൽ ഒന്നാമതായിട്ട് കിടക്കുന്നത് ബി പി സിയിൽ അത്യാവശ്യം നല്ലൊരു ബൈ കഴിഞ്ഞിട്ട് ഒന്ന് കൺസോളിഡേഷൻ റേഞ്ചിലാണ് ബി പി സിയിൽ നിൽക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ഈ ഒരു 600 എന്ന് പറയുന്ന ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് ഡൗൺ സൈഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. അറൗണ്ട് ഒരു 1.94% മൂവ്മെൻറ്റ് നമുക്ക് അവിടെ ഉണ്ട്. വീടുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 ദിവസത്തോളം പിടിക്കും. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രെഡിലേക്ക് പോകാം, അല്ലെങ്കിൽ ഇൻട്രാഡേയിലേക്ക് അത്യാവശ്യം ഒരു 1:2 അല്ലെങ്കിൽ 1:3 റിസ്ക് ടു റിവാർഡിൽ അവിടെ ഷോർട്ട് സെല്ല് ചെയ്യാവുന്നതാണ്. ഇത് എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ട് മാത്രം കാണുക. ഓക്കെ, അതായത് നമ്മുടെ ഓവറോൾ മാർക്കറ്റ് ബെയറിഷ് സെൻറ്റിമെൻ്റ് ആയതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബെയറിഷ് സൈഡിലേക്കുള്ള ട്രേഡ്സിന് നമ്മളിവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ ഡോക്ടർ റെഡ്ഡിയിലേക്ക് വരികയാണെങ്കിൽ ഡോക്ടർ റെഡ്ഡി എടുക്കാൻ വളരെ സിമ്പിൾ ലോജിക്കാണ്. ഓൾമോസ്റ്റ് ഒരു സിമ്പിൾ ട്രെൻഡ് ലൈൻ, അറൗണ്ട് ഒരു 3 ടച്ച് പോയിൻ്റ് ഉള്ള ഒരു സിമ്പിൾ ട്രെൻഡ് ലൈനാണ് നമുക്ക് കറൻ്റ്ലി ഉള്ളത്. ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് അത്യാവശ്യം ഒരു റീടെസ്റ്റ് ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് വേണമെങ്കിൽ അവിടെ നിന്നൊരു ഡൗൺ സൈഡ് ട്രേഡ് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു ഫസ്റ്റ് ടാർഗറ്റായിട്ട് 5,960 ആൻഡ് സെക്കൻഡ് ടാർഗറ്റ് അറൗണ്ട് 5,838 നമുക്കവിടെ എക്സ്പെക്ട് ചെയ്യാം ടാർഗറ്റ്സ് ആയിട്ട്. അപ്പ് സൈഡ് ട്രേഡ്സ് നമുക്കിപ്പം കറൻ്റ്ലി അങ്ങനെ അധികം പ്രിഫറൻസ് കൊടുക്കണ്ട. ഓക്കെ, നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഹിൻഡാൽക്കോയിൽ ഓൾമോസ്റ്റ് ഒരു അവർലിയിൽ നല്ല കൺസോൾട്ടേഷനും കാര്യങ്ങളും ഉണ്ട്. മൾട്ടിപ്പിൾ ടൈംസ് ഇവിടെ സപ്പോർട്ട് മാർക്കറ്റ് എടുത്ത് പോയിട്ടുണ്ട്. ആൻഡ് നമുക്കിവിടെ ഇൻട്രാഡേ പരമായി നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഒരു ഡൗൺ സൈഡ് ട്രേഡ് എക്സ്പെക്ട് ചെയ്യാം. അറൗണ്ട് 593 വരെ നമുക്ക് ഒരു ഒരു 1:2 വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാം, ഒരു 1:2 അറൗണ്ട് ഒരു ഒരു ഓൾമോസ്റ്റ് ഒരു രൂപ സ്റ്റോപ്പ് ലോസ് നമുക്ക് അറൗണ്ട് ഒരു 1:2 നമുക്ക് റിസ്ക് റിവാർഡ് ഇവിടെ സിമ്പിളായിട്ട് എടുക്കാവുന്നതാണ്.
ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റ് ടാർജറ്റ് ആൻഡ് ഇതാണെന്ത് നമ്മുടെ സെക്കൻഡ് ടാർജറ്റ് 591. അതുപോലെ മാർക്കറ്റ് വീണ്ടും ആ ഒരു ഫോളിങ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഹിൻഡാൽക്കോൾ നമ്മുടെ നെക്സ്റ്റ് എൻട്രി പ്ലാൻ ആണ്. മാർക്കറ്റ് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ 585ഉം 586 ഈ ഒരു സോൺ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് നമുക്കൊരു ഇൻട്രാഡേ ടാർജറ്റ് ആയിട്ട് അറൗണ്ട് ഒരു 579 നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. അറൗണ്ട് ഒരു 1% ആണ് ഹിൻഡാൽക്കോയിൽ ഉണ്ടാകുന്ന 1%. ഓൾമോസ്റ്റ് ഐ തിങ്ക് ഒരു 0.8% മൂവ്മെൻ്റ് ഒക്കെ നമുക്ക് സിംഗിൾ ഡേയിൽ എക്സ്പെക്ട് ചെയ്യാം. മാർക്കറ്റ് നല്ല ബെയറിഷ് ആണെങ്കിൽ നമുക്കൊരു 1% മൂവ്മെൻ്റ് ഒക്കെ ഹിൻഡാൽക്കോയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, ആൻഡ് നമ്മുടെ മൂവിങ് ഓൺ ഗ്രാസിം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അവേർലി ടൈം ഫ്രെയിമിൽ ഗ്രാസിം നമ്മൾ നോക്കുമ്പം ഒരു ട്രെൻഡ് ലൈൻ ഗ്രാസിം ഫോളോ ചെയ്യുന്നുണ്ട്. ആൻഡ് ഇവിടെ ഈ ഒരു പോയിന്റ്. ഓക്കെ, സോ മാർക്കറ്റ് അത്യാവശ്യം ഒരു 1, 2, 3 ടച്ച് പോയിന്റോളം മാർക്കറ്റ് എടുത്തിട്ടുണ്ട്. ആൻഡ് എനിക്ക് തോന്നുന്നില്ല മാർക്കറ്റ് ഇവിടം വരെ ആ ഒരു അപ്സൈഡ് മൂവ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന്. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റിയാണ് ഞാൻ കാണുന്നത്. സോ ഇത് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറൗണ്ട് എന്ത് ചെയ്യാം, ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് അറൗണ്ട് 2200 നമുക്ക് അവിടെ എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് അറൗണ്ട് ഒരു 2.6% മൂവ്മെൻറ്റ് അവിടെ ഉണ്ട്. നമുക്ക് തൽക്കാലം 2.6% മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ 2200 നമുക്കൊരു സെക്കൻഡ് ടാർഗറ്റ് മതി. ഒരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് 2233 നമുക്ക് അവിടെ എടുത്താൽ മതി. ഓക്കെ, കാരണം ഓൾമോസ്റ്റ് 2.6% ഉണ്ട്. ഇൻട്രാഡേക്ക് അത്രയും വലിയ മൂവ്മെൻറ്റ് ഗ്രാസിമിൽ കിട്ടാൻ വളരെയധികം പാടാണ്. ആൻഡ് ആ ഒരു 2.6% എന്ന് പറയുമ്പോൾ തന്നെ അറൗണ്ട് ഒരു 53 രൂപയുടെ മൂവ്മെൻ്റ് ഉണ്ട്, 2.3%. അപ്പം ഇൻട്രാഡേ ആയിട്ട് അറൗണ്ട് 2233 വരെ പിടിക്കുക. സെക്കൻഡ് ടാർഗറ്റ് 2207 വരെ എടുത്താൽ മതി. ഓക്കെ, ആൻഡ് അടുത്തായിട്ട് പറയുന്നത് IOCയിൽ ഇവിടെ ഞാൻ ആ ഒരു നല്ല സ്ട്രക്ചർ കാണുന്നത് ബുള്ളിഷ് സൈഡിലേക്കാണ്. ഓക്കെ, IOC അവിടെ നല്ലൊരു സ്ട്രക്ചർ കാണുന്നത് ഞാൻ ബുള്ളിഷ് സൈഡിലേക്കാണ് കാണുന്നത്. കാരണം മൾട്ടിപ്പിൾ ടച്ച് പോയിന്റ്സ് ഉള്ളൊരു ട്രെൻഡ് ലൈനാണ് കറണ്ട്ലി IOCയിലുള്ളത്. ആൻഡ് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത് ഹയർ ഹൈസ് ക്രിയേറ്റ് ചെയ്താണ് മാർക്കറ്റ് ട്രെൻഡ് ലൈനിലേക്ക് അപ്രോച്ച് ചെയ്യുന്നത്. സോ IOC ഞാനിവിടെ നടക്കുകയാണെങ്കിൽ ഞാൻ പ്ലാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന നല്ലൊരു എൻട്രി ആയിട്ട് ഞാൻ ബുള്ളിഷ് സൈഡിലേക്കാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. ബട്ട് മാർക്കറ്റ് ബെയറിഷ് ആയതുകൊണ്ട് എന്ത് ചെയ്യും, ഞാൻ IOCയിൽ ഒരു ഡൗൺ സൈഡ് പ്ലാൻ ഞാൻ കൺസിഡർ ചെയ്തു. അതായത് IOCയിൽ എനിക്ക് 2 പ്ലാനുണ്ട്. ബാക്കി BPCL, ഡോക്ടർ റെഡ്ഡി, ഹിൻഡാൽക്കോ, ഗ്രാസിം ഇവരിലെല്ലാവരും നമ്മൾ ബെയറിഷ് പ്ലാനുകളാണ് നോക്കിയത്. IOCയിൽ എനിക്കിവിടെ 2 പ്ലാനുകളുണ്ട്. മേജർ പ്ലാൻ മുകളിലേക്കും സെക്കൻഡറി പ്ലാൻ നടക്കുകയാണ് ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഡൗൺ സൈഡിലേക്കും IOC ഞാൻ പ്ലാൻ ചെയ്യും. ഓക്കെ, അടുത്തായിട്ട് കോട്ടക് ബാങ്കിലൊരു പ്യുവർലി ഇൻട്രാഡേ ട്രേഡാണ്. എനിക്കിതിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോട്ടക് ബാങ്കിലെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഐ തിങ്ക് അത് മൺഡേ തന്നെ പോകാനുള്ള പോസിബിലിറ്റി വളരെയധികം കൂടുതലാണ്. കാരണം നല്ല രീതിക്കുള്ള കൺസോൾട്ടേഷനും കാര്യങ്ങളുണ്ട്. മൺഡേ മാർക്കറ്റിൽ എന്ത് ചെയ്യാം, ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് മാർക്കറ്റിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ഡോ ജോൺസ് അറൗണ്ട് ഒരു 475 പോയിൻറ്റ്സ് നെഗറ്റീവാണ്. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി അറൗണ്ട് 32 പോയിൻറ്റ്സ്. അപ്പം ഒരു ഗ്യാപ്പ്, കാരണം ഇവിടെ കണ്ടോ ഡോ ജോൺസ് 475ഉം ഗിഫ്റ്റ് നിഫ്റ്റി 32. സോ ഒരു കൺഫ്യൂസ് സ്റ്റേജാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഗ്യാപ്പ് ഡൗൺ എന്നുള്ളത് ഞാൻ മാറ്റി ന്യൂട്രൽ വ്യൂവിലേക്കാണ് പോകുന്നത്. മെയിൻ കാരണം ഗിഫ്റ്റ് നിഫ്റ്റി ഓൾമോസ്റ്റ് 32 പോയിൻറ്റ്സ് അപ്പിൽ കിടക്കുന്നത് കൊണ്ടാണ് ഞാൻ അവിടെ ഗ്യാപ്പ് ഡൗണിൽ നിന്ന് മാറ്റി ഒരു ന്യൂട്രൽ വ്യൂവിലേക്ക് പോകുന്നത്. ആ ഒരു ന്യൂട്രൽ വ്യൂ കഴിഞ്ഞിട്ട് ഞാൻ നിഫ്റ്റിയിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഡൗൺ സൈഡ് മൂവ്മെൻ്റ് ആണ് ഞാൻ നിഫ്റ്റിയിൽ അവിടെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സോ കോട്ടക് ബാങ്കിൽ ഇത്ര അധികം കൺസോൾട്ടേഷനും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു ഫസ്റ്റ് ഹാഫിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ വരുന്ന മൂവ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആവാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. ആൻഡ് സപ്പോസ് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോട്ടക് ബാങ്കിലും അപ്സൈഡ് പ്ലാൻ ചെയ്യാവുന്നതാണ്. ബിക്കോസ് ഈ ഒരു ഗ്യാപ്പ് വളരെ ചെറിയ സ്കാൽപ്പ് ട്രേഡാണ്. ആ ഒരു ഗ്യാപ്പ് മാർക്കറ്റ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ അത് കഴിഞ്ഞ് നമുക്ക് ഒരു ടാർഗറ്റായിട്ട് 1827 നമുക്കവിടെ എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങൾക്ക് ഈ ഒരു വീക്കിലെ ബാങ്ക് നിഫ്റ്റി വ്യൂ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ആൻഡ് നമ്മുടെ ഇൻട്രാഡേ സ്റ്റോക്സ് BPCL, ഡോക്ടർ റെഡ്ഡി, ഹിൻഡാൽക്കോ, ഗ്രാസിം, IOC ആൻഡ് കോട്ടക് ബാങ്ക്. IOCയിലെ ബുള്ളിഷ് പ്ലാൻ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക. സപ്പോസ് നമ്മൾ ട്രേഡിങ്ങിലെല്ലാം പ്രോബിലിറ്റിയാണ്. സപ്പോസ് മാർക്കറ്റ് നല്ല രീതിക്ക് ബുള്ളിഷ് ആവുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, IOCയിലെ പ്ലാൻ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. സോ ഇതിന് ജസ്റ്റ് എന്ത് ചെയ്യാം, ജസ്റ്റ് എഡ്യൂക്കേഷനായിട്ട് മാത്രം കാണുക. ഓക്കെ,
സോ നമുക്ക് ഇനി നെക്സ്റ്റ് വീക്ക് കാണാം. സോ ദിസ് ഇസ് മീ ആനന്ദ് സൈനിങ് ഓഫ്. താങ്ക് യു.